ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുകയും ഗോൾ അടിക്കുകയും ചെയ്തിട്ടുള്ള സ്ട്രൈക്കറാണ് ഡക്കൻസ് നെയ്സോൺ. ഹെയ്ത്തി താരമാണ്. അദ്ദേഹം ഇന്നിപ്പോൾ ഉള്ളത് വേൾഡ് കപ്പിലാണ്. ഇന്നത്തെ മത്സരത്തിൽ ഹെയ്ത്തി സ്കോട്ട്ലാൻഡിനോട് പരാജയപ്പെട്ടു. ഈ മത്സരത്തിൽ വേൾഡ് കപ്പിൽ അരങ്ങേറ്റം നടത്താനുള്ള ഒരു അവസരം നെയ്സോണിന് ലഭിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് വേൾഡ് കപ്പിൽ അരങ്ങേറ്റം നടത്താനുള്ള അവസരം ലഭിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും നെയ്സോണിനെ കുറിച്ച് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന വിരേൻ ഡിസിൽവ സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും നെയ്സോണിനെ കുറിച്ച് മുൻ ബ്ലാസ്റ്റേഴ്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന വിരേൻ ഡിസിൽവ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ആക്സിഡന്റലി ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയ ഒരു താരമാണ് ഡക്കൻസ് നെയ്സോൺ എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. തീർത്തും യാദൃശ്ചികമായിട്ടാണ് അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഡിസിൽവയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ ഡക്കൻസ് നെയ്സോണിനെ കണ്ടെത്തിയത് തീർത്തും ആക്സിഡന്റലി ആയിരുന്നു. അതായത് കെർവൻസ് ബെൽഫോർട്ട് എന്ന മറ്റൊരു ഹെയ്ത്തിക്കാരനായ താരത്തെയായിരുന്നു ഞങ്ങൾ സ്കൗട്ട് ചെയ്തിരുന്നത്. അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നതിനിടയിലാണ് ഇഷ്ഫാഖ് അഹമ്മദിന്റെ ശ്രദ്ധയിൽ ഡക്കൻസ് നെയ്സോൺ പെടുന്നത്. അതോടുകൂടി ഇഷ്ഫാഖ് അഹമ്മദ് എന്നെ വിളിച്ചു. എന്നിട്ട് ആവേശത്തോടു കൂടി എന്നോട് പറഞ്ഞു, ബോസ്, നമ്മൾ ഈ കളിക്കാരനെ തീർച്ചയായും ടീമിലെടുക്കണം. അങ്ങനെയാണ് നെയ്സോൺ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. ഇതാണ് മുൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ഡിസിൽവ പറഞ്ഞിട്ടുള്ളത്. അതായത് കെർവൻസ് ബെൽഫോർട്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച ഹെയ്ത്തി താരമാണ്. അദ്ദേഹത്തെ സ്കൗട്ട് ചെയ്യുന്ന സമയത്താണ് ഈ നെയ്സോണിനെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇഷ്ഫാഖ് അഹമ്മദ് ആണ് അതിന് കാരണമായത് എന്നൊക്കെയാണ് ഡിസിൽവ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വേൾഡ് കപ്പിന്റെ ഭാഗമായി കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു അഭിമാനമായി മാറാൻ നെയ്സോണിന് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത മത്സരത്തിൽ ബ്രസീലാണ് ഹെയ്ത്തിയുടെ എതിരാളികൾ. ആ മത്സരത്തിൽ അരങ്ങേറ്റം നടത്താനുള്ള ഒരു അവസരം നെയ്സോണിന് ലഭിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.